ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ തലയിൽ കണ്ണ്. സഭാപ്രസംഗി 2:14 വായിക്കുന്നത്, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. ജ്ഞാനിക്ക് തലയിൽ കണ്ണുള്ളത് ജ്ഞാനികൾക്കാണ്. നമ്മുടെയൊക്കെ കണ്ണ് 2 കണ്ണുണ്ട്, നെറ്റിയുടെ താഴെയാണ്. തലയിൽ കണ്ണുണ്ട്. സ്തോത്രം. കഴുത അതിൻ്റെ പുറത്തിരിക്കുന്ന ചന്ദന ചുമടിൻ്റെ ഭാരം മാത്രമല്ലാതെ അതിൻ്റെ ഗുണം അറിയുന്നില്ല എന്നൊരു ചൊല്ല് ഉണ്ട്. ദർശനമില്ലാത്ത ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചൊല്ല് അന്വർത്ഥമാണ്. ദൈവം നൽകിയ സമ്പത്ത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടില്ലാത്ത അഭക്തരുടെ ജീവിതം അപകടകരമാണ്. ഒരു കഥയിൽ സംഭവത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹോളണ്ടിൽ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഒരമ്മയും മകനും ദരിദ്ര ജീവിതം നയിക്കുകയാണ്. അപ്പോൾ അയൽക്കാരൻ അമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ അമേരിക്കയിലേക്ക് അയക്കുകയാണെങ്കിൽ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ളവർ അവിടെ ഉള്ളത് കൊണ്ട് അവൻ എന്തെങ്കിലും ജോലി കിട്ടും. അങ്ങനെ അതുകൊണ്ട് ആ വാക്ക് കേട്ട് മകൻ അമേരിക്കയിൽ പോയി. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പം വീണ്ടും ആ സ്നേഹിതൻ വീട്ടിൽ വന്ന് ആ അമ്മയുടെ ചുറ്റുപാടുകളൊക്കെ അന്വേഷിച്ചപ്പം പഴയതിനെക്കാട്ടിലും മോശമായ സ്ഥിതിയായിരുന്നു കണ്ടത്. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളുടെ മകൻ അമേരിക്കയിൽ പോയിട്ട് അവന് ജോലി കിട്ടിയെന്നും പറയുന്നു, അവനൊന്നും അയച്ചു തന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി, അവൻ അയച്ചതെല്ലാം ഹോളി പിക്ചേഴ്സ്, പുണ്യവാളന്മാരുടെ പടങ്ങൾ ആണ് എന്ന് അമ്മ പറയുന്നു. അതെന്താണെന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതെടുത്ത് കാണിച്ചപ്പോൾ അത് കണ്ടപ്പം സ്നേഹിതന് മനസ്സിലായത് ഹോളി പിക്ചേഴ്സ് എന്ന അമ്മ ധരിച്ചിരുന്നതെല്ലാം ഡോളർ നോട്ടുകളായിരുന്നു. ഡോളർ നോട്ടിലുള്ള പടം കണ്ടുകൊണ്ടാണ് അത് അമ്മ പറഞ്ഞത് പുണ്യവാളന്മാരുടെ ഫോട്ടോയാണ്. ക്രിസ്തു, അതെ, ഈ അമ്മയ്ക്ക് കണ്ണുണ്ട്, പക്ഷേ തലയിൽ കണ്ണില്ല. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ള വലിയ സത്യം ഗ്രഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, അവരോട് ജാതികളുടെയിൽ ആ മർമ്മത്തിൻ്റെ മഹിമാതന എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അത് ദൈവിക സാന്നിധ്യം നാം അറിയുക, ദൈവവചനത്തെ നാം മുറുകെ പിടിക്കുക. സ്തോത്രം. അത് അനുഭവിച്ചറിയുന്നവർക്ക്, ഒരു ഭക്തന് അത് ആസ്വാദ്യകരമാണ്. സ്തോത്രം. അത് ജീവിതത്തിൻ്റെ പരുക്കൻ വശങ്ങളിലും സന്തോഷവേളകളിലും നമുക്ക് തലയിൽ കണ്ണുള്ള സ്തോത്രം